ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഇന്നിറങ്ങിയ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ രണ്ടാമത് കണ്ട മൂവിയും കൂടിയാണ് കേട്ടോ. ഏത് മൂവിയാണ് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കാണും. വർഷങ്ങൾക്ക് ശേഷം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്കൊരു എബോവ് ആവറേജ് ഫീലേ തോന്നിയുള്ളൂ. മൂവി കണ്ടതിന് ശേഷം ഞാൻ കണ്ട കുറച്ച് ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും, കോമൺ ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ല. ഇനി മൂവിയുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. എന്നെ കൂടുതലും ഈ ഒരു മൂവി കാണാൻ സ്ട്രൈക്ക് ചെയ്തത് കാസ്റ്റും അതിൻ്റെ ഡയറക്ടറുമാണ്. എസ്പെഷ്യലി വിനീത് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് നേരത്തെ തൊട്ടേ ഇഷ്ടമായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു സ്ക്രിപ്റ്റ് ഡൗൺ ആയിട്ടുള്ള ഒരു മൂവി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മേക്കിംഗ് ശൈലി കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവരുമായിരുന്നു. ഈ ഒരു മൂവി കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം സ്ക്രിപ്റ്റിംഗ് ഒക്കെ എനിക്ക് ഒരു ആവറേജ് ഫീലേ വന്നുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ മേക്കിംഗ് ശൈലി കൊണ്ടും കറിക്ക് ചേരുവ ചേർക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ മാജിക്കൽ ടച്ച് ഈ ഒരു മൂവിയിൽ ചേർത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരുന്നു. മാത്രമല്ല, ഈ ഒരു മൂവിക്ക് കൊടുത്തിരിക്കുന്ന കാസ്റ്റ് അത് എല്ലാം ഓൾമോസ്റ്റ് കറക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. സിനിമയിൽ പറയുന്ന ചെറിയ ചെറിയ കാസ്റ്റുകളാണെങ്കിൽ പോലും, ഈവൻ നമ്മുടെ നീരജ് മാധവിനൊക്കെ ആണെങ്കിൽ പോലും ഒരു ചെറിയൊരു സംഭവം ചെയ്യാനുള്ളെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിനെ അതിനെ കൊണ്ടുവന്നു, അതിൽ ആക്ട് ചെയ്യിച്ചു. ആ ഒരു കാര്യത്തിൽ ഈ ഒരു മൂവി കംപ്ലീറ്റ്ലി വിജയിച്ചിട്ടുണ്ട്. ഇനി മൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞില്ല, മൂവി എനിക്കൊരു എബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ഗുഡ് മൂവി ആയിട്ട് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ ഇതിന്റെ പെർഫോമൻസ് എല്ലാം ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ധ്യാൻ ശ്രീനിവാസന്റെയും പ്രണവ് മോഹൻലാലിന്റെയും, അവരാണ് ത്രൂ ഔട്ട് ഈ ഒരു മൂവി കൊണ്ടുപോകുന്നത്. ഒരു വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അതിന്റെ എല്ലാവരുടെയും പേരെടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല. അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ആക്ടർ പോലും അല്ലാത്ത ഷാൻ റഹ്മാന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഒരു സംഭവമൊക്കെ ഉണ്ട്. പുള്ളിക്കൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിച്ചു തന്നൊരു ഒരു സംഭവം ക്യാരക്ടർ പുള്ളിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആക്ടിങ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ധ്യാൻ ചേട്ടനൊക്കെ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ആളല്ലേ, അതിൽ നിന്നൊക്കെ മാറി കുറെ വിനീതേട്ടൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ, ത്രൂ ഔട്ട് ഒരു ഹെവി ക്യാരക്ടറാണ്. പുള്ളിക്കാരനെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ നല്ല മാക്സിമം ഔട്ട്പുട്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് പറയേണ്ടത് പ്രണവ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ്, പുള്ളിക്കാരൻ റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആളാണ്, പക്ഷെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ വേറൊരു മനുഷ്യനായി മാറുന്നതാണ് ഞാൻ ഈ ഒരു മൂവിയിൽ കണ്ടത്. ചില ആംഗിളിൽ നോക്കിയാൽ ലാലേട്ടൻ തന്നെ, പഴയ ലാലേട്ടനൊക്കെ ഇല്ലേ പാട്ടൊക്കെ പാടുന്ന, മറ്റേ ആസ്വദിച്ചൊക്കെ പാട്ടൊക്കെ പാടുന്നത്, അതെനിക്ക് ആ പാട്ടിലൊക്കെ കുറെ കാണാൻ പറ്റി. മാത്രമല്ല, കുറേ സീനുകളിലും കുറേ വിഷ്വൽസിലും സൗണ്ടുകളിലാണെങ്കിൽ പോലും ലാലേട്ടൻ്റെ ഒരു സംഭവമൊക്കെ ഇല്ലേ, അതും അഭിനയം എല്ലാം ഇവിടെയൊക്കെ എവിടെ ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നു കേട്ടോ. വാക്കുകളൊക്കെ പെറുക്കി ലിപ്പധികം അനക്കാതെയൊക്കെ സംസാരിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ മാറി കുറേയൊക്കെ ഇമ്പ്രൂവ്ഡായി നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഇതിൽ തോന്നി. പിന്നെ ലേഡി ക്യാരക്ടറായിട്ട് വന്ന കല്യാണി പ്രിയദർശൻ, പിന്നെ നീത്ത പിള്ളയല്ലേ, അത് നീത്ത പിള്ളൈ, കല്യാണി പ്രിയദർശൻ, നീത്ത പിള്ളൈ, ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ നല്ലതായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ എവിടെയൊക്കെ ഒരു ഇഴച്ചിൽ വന്നൊരു ഫീലിൽ ഇങ്ങനെ തുടങ്ങി ബിൽഡപ്പ് ചെയ്ത് ഒരു സംഭവത്തിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോറിയിലോട്ട് കടക്കുന്നുണ്ട്. സ്റ്റോറിയിലോട്ട് കടന്നു കഴിയുമ്പം അതിൻ്റെ ഒരു ഫ്ലോ കിട്ടി നല്ല രീതിയിൽ മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു മൂവി. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അത് എല്ലാവർക്കും അറിയാം, നിവിൻ പോളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതില്ലേ, നിങ്ങളിത് മൂവി കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടെ കണക്റ്റ് ആവും കേട്ടോ. പണ്ടത്തെ ഒരു നിവിൻ പോളി ഇല്ലേ, ആ ഒരു സംഭവമൊക്കെ എനിക്ക്, ഞാനോർത്ത് മലയാളി ഫ്രം ഇന്ത്യയിലായിരിക്കും ഇനി കാണാൻ പോകുന്നത്, പക്ഷെ അതിനു മുമ്പ് തന്നെ ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സട്ടിൽ ചേഞ്ച് ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന്റെ സട്ടിൽ ചേഞ്ച്. പുള്ളിക്കാരനൊരു ആക്ടറായിട്ടാണ്, ഞാൻ സ്പോയിൽ ചെയ്യുന്നതല്ല, പക്ഷെ ആക്ടറായിട്ടാണ്. അതെന്ത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നൊരു ഫീല്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. അത് പക്ഷേ നെഗറ്റീവായിട്ടല്ല, നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ്. അതൊരു കോമഡി രൂപേണ അവർ ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുമുണ്ട്. ത്രൂ ഔട്ട് ആ ഒരു മൂവിയിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടിയ ഒരു 15-20 ഒരു അരമണിക്കൂർ, അത് ആ അരമണിക്കൂർ നിവിൻ പോളി എന്നൊരു ആക്ടറിനെ എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ കാലിബർ അത് പണ്ടത്തെ മൂവീസിൽ നിന്ന് കുറച്ച് ഡള്ളായിരുന്നല്ലോ ഇടയ്ക്കൊക്കെ. ഇപ്പം എന്തേ പിന്നെയും തിരിച്ച് ആ ഒരു ട്രാക്കിലോട്ട് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വിഷ്വൽസിൻ്റെ കാര്യം കൂടെ ഒന്നുകൂടെ പറയണം. വിഷ്വൽസൊക്കെ അതിമനോഹരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇത് 90s കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. അതിൻ്റെ ഒരു 80-70% സ്റ്റോറി. ആ 90s കാലഘട്ടത്തിന് അവരൊരു ഫുൾ സെറ്റ് ഇട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഈവൻ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, കുറേ കണ്ടിന്യൂറ്റി ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം അവർ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. വിഷ്വലിൻ്റെ കൂടെ തന്നെ കളർ ഗ്രേഡിങ്ങും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പം ഹൃദയം മൂവി കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് മൂവി തുടങ്ങുന്ന മെറിലാൻഡ് സിനിമാസ് എന്ന് എഴുതി കാണിക്കുന്ന പോർഷൻ തൊട്ടൊരു BGM നമ്മളെ ഹോണ്ട് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഒരു സംഭവം അവർ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ്. അത് ആ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ഞാൻ ത്രൂ ഔട്ട് ആ ഒരു മൂവി കണ്ടത്. വരവീണ ആ പാട്ടാണ് അദ്ദേഹം തുടക്കത്തിലായി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു സോളുണ്ട്. പണ്ടത്തെ എവിടെയൊക്കെയോ ഒരു ഓടിപ്പോയൊരു ഫീൽ അവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും.
ഞാൻ പറഞ്ഞല്ലോ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ പുതിയ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണെന്ന് എനിക്കൊരു ഫീൽ. എനിക്ക് മാത്രം അനുഭവപ്പെട്ടാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി. അത് ശരിക്കും നല്ലതാണ്. കാരണം കാലഘട്ടത്തിനനുസരിച്ചുള്ള മ്യൂസിക് അവിടെ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു ക്യാമിയോ റോളൊക്കെ വരുന്നുണ്ട്. അത് മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരാൾ അതിന് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നപ്പം കയ്യടിയും കാർച്ചവിളിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എല്ലാവരും ഒന്ന് അതിശയിച്ചു പോയി. കാരണം ഇദ്ദേഹത്തെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു മൂവിയിൽ. വിനീത് ശ്രീനിവാസൻ എന്നൊരു കംപ്ലീറ്റ് ഓൾറൗണ്ടറിനെ എല്ലാ മേഖലയിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ മ്യൂസിക്കൊക്കെ എല്ലാം പുള്ളിയുടെ ഐഡിയയാണ്, അതിൻ്റെ വിഷ്വൽസ് എല്ലാം പുള്ളിയുടെയാണ്, സ്ക്രിപ്റ്റ് എല്ലാം പുള്ളിയാണ്. എല്ലാ ഭാഗത്തും വിനീത് ശ്രീനിവാസൻ എന്നൊരു ടച്ച് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആവറേജ് ഫീലിലുള്ള ഒരു സ്റ്റോറി എനിക്കൊരു ഗുഡ് വാച്ചായിട്ട് അനുഭവപ്പെട്ടത്. ഓവറോൾ അടിപൊളി, എന്നെ എവിടേക്ക് പിടിച്ചിരുത്തുന്ന ഒരു ഫീൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. കുറേ ഹ്യൂമൻ ഇമോഷൻസിലൂടെയും കുറേ ഫ്രണ്ട്ഷിപ്പിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് കറക്റ്റായിട്ട് കൺവേ ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു ആവറേജ് സ്റ്റോറി, ഒരു ആവറേജ് പ്ലോട്ടിൽ നമ്മൾ കണ്ടു മറന്നൊരു പ്ലോട്ടിൽ നിന്ന് കുറേ കൂടെ വ്യത്യസ്തമാക്കുന്നത്. മോറോവർ ഇതൊരു സിനിമ ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളുടെ സ്റ്റോറിയാണ്. അത് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയെ പറ്റിയുള്ള എൻ്റെ ചെറിയൊരു അഭിപ്രായം. നിങ്ങൾ മൂവി കണ്ടവരാണ് അല്ലെങ്കിൽ മൂവി കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. അതുപോലെ തന്നെ മൂവി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.